എല്ലാവർക്കും നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വെറുമൊരു ശബ്ദത്തിന് നമ്മുടെ ജീവിതത്തെയും യാഥാർത്ഥ്യത്തെയും തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമോ എന്ന്? ആയിരക്കണക്കിന് വർഷങ്ങളായി കോടിക്കണക്കിന് ആളുകൾ ഉരുവിടുന്ന അതിശക്തമായൊരു പുരാതന മന്ത്രമുണ്ട്. അതെ, ഗായത്രി മന്ത്രം. ഇന്ന് നമ്മൾ അതിന്റെ അർത്ഥം മാത്രമല്ല, അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ശാസ്ത്രീയ രഹസ്യങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. അപ്പോ ഈ ചോദ്യം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും അവിശ്വസനീയമായിട്ട് തോന്നാമല്ലേ? വെറുമൊരു ശബ്ദം എങ്ങനെ യാഥാർത്ഥ്യത്തെ മാറ്റും? പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുരാതന ഋഷിമാരുടെ അറിവും ഇന്നത്തെ ഊർജ്ജത്തെക്കുറിച്ചുള്ള നമ്മുടെ ശാസ്ത്രീയ ധാരണകളുമൊന്ന് ചേർത്ത് വെച്ച് നോക്കിയാലോ? അപ്പം നമുക്ക് കിട്ടുന്നത് ശരിക്കും അതിശയകരമായ ചില ഉത്തരങ്ങളാണ്. ഒരു സാധാരണ ശബ്ദം എങ്ങനെയാണ് ഒരു മഹാശക്തിയായി മാറുന്നത്? വാ, നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ഗായത്രി മന്ത്രത്തെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അതിനെ വെറുമൊരു പ്രാർത്ഥനയായിട്ട് കാണരുത്. സത്യത്തിൽ അതൊരു ജീവനുള്ള ശബ്ദമാണ്. അതെ, ജീവനുള്ളത്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായി കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസവും അവരുടെ ഏകാഗ്രതയും അവരുടെ ഭക്തിയും അതെല്ലാം ഇതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വെറുമൊരു ശബ്ദമല്ല, മറിച്ചൊരു വലിയ ഊർജ്ജപ്രവാഹമാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ മന്ത്രം ഇത്ര സവിശേഷമാകുന്നത്? പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, വേദകാലം മുതൽ ഇന്നുവരെ ഒരു ദിവസം പോലും മുടങ്ങാതെ കോടിക്കണക്കിന് ആളുകൾ ഇത് ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിലെ ഓരോ അക്ഷരവും ഒരു പ്രത്യേകതരം പ്രകമ്പനം, ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വെറും വാക്കുകൾക്കപ്പുറം ഒരു യഥാർത്ഥ ഊർജ്ജമായി മാറുന്നത്. ശരി, അപ്പോൾ ഈ ശബ്ദ ഊർജം അല്ലെങ്കിൽ സൗണ്ട് എനർജി എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വാ, നമുക്കിതിനെ ഒരു ശാസ്ത്രീയ കണ്ണിലൂടെ ഒന്ന് നോക്കിക്കാണാം. പുരാതന ഭാരതീയ ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ശബ്ദ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രകമ്പനത്തിലാണ്. അതായത് പ്രപഞ്ചത്തിലെ ഓരോ ചലനത്തിനും ഓരോ സൃഷ്ടിക്കും പിന്നിലെ ഒരു കോസ്മിക് വൈബ്രേഷനാണ് ഈ ശബ്ദം. ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ പ്രപഞ്ചശക്തിയെ ഉണർത്തുകയാണ്, അതിലേക്ക് ട്യൂൺ ചെയ്യുകയാണ്. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു ഡൈനാമോയുടെ കാര്യമെടുക്കാം, അല്ലേ? ഒരു ഡൈനാമോയുടെ മോട്ടോർ ഒരേ വേഗതയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴെന്തുണ്ടാകും? വൈദ്യുതി ഉണ്ടാകും, ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഗായത്രി മന്ത്രം ഒരേ താളത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ജപിക്കുമ്പോൾ അതൊരു സാധാരണ ശബ്ദമെന്ന നിലയിൽ നിന്ന് മാറി അതിശക്തമായ ഒരു ഊർജ്ജമായി മാറുന്നു. ഇവിടെ ആവർത്തനം ഒരു പവർ ഹൗസ് പോലെ പ്രവർത്തിക്കുകയാണ്. ഓക്കെ, അപ്പം മന്ത്രത്തിന് ശക്തിയുണ്ട്, ആവർത്തനത്തിന് ശക്തിയുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, വെറും ശബ്ദം മാത്രം മതിയോ? പോരാ. ഇനി നമുക്ക് ആ മന്ത്രം ജപിക്കുന്ന ആളുടെ പങ്കിലേക്ക് വരാം. ഇവിടെ നമ്മുടെ മനസ്സ് ഒരു ആംപ്ലിഫയർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നിങ്ങൾ ഒരാളുടെ തോളില് വെറുതെ ഒന്ന് തട്ടുന്നു, ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. പക്ഷെ അതേ തട്ടല് നിങ്ങൾ വലിയ സ്നേഹത്തോടെ അല്ലെങ്കിൽ കടുത്ത ദേഷ്യത്തോടെ ഒന്ന് ചെയ്തു നോക്കിക്കേ, അതിന്റെ ഫലം എത്ര വലുതായിരിക്കും, അല്ലേ? കണ്ടോ? ഒരേ പ്രവൃത്തി, പക്ഷെ അതിന് പിന്നിലെ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വികാരം, അതാണ് അതിന്റെ ഇംപാക്റ്റ് തീരുമാനിക്കുന്നത്. അപ്പോ ഇതാണ് ശരിക്കുള്ള രഹസ്യം. മന്ത്രത്തിന്റെ ശബ്ദത്തോടൊപ്പം അത് ജപിക്കുന്ന ആളുടെ ശുദ്ധമായ വികാരങ്ങളും പൂർണ്ണമായ ഏകാഗ്രതയും ചേരുമ്പോൾ അപ്പോഴാണ് ആ മന്ത്രം ജീവനുള്ളൊരു ശക്തിയായി മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ശബ്ദം പ്ലസ് ഭാവം. ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് മന്ത്രത്തിന് അതിന്റെ പൂർണ്ണമായ ഫലം തരാൻ സാധിക്കുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത്, ഒരു മന്ത്രം സിദ്ധിക്കാൻ നിങ്ങളുടെ പണമോ പദവിയോ അറിവോ ഒന്നും ഒരു വിഷയമേ അല്ല. പ്രധാനം നിങ്ങളുടെ ഉള്ളിലെ ഗുണങ്ങളാണ്. നിങ്ങളുടെ സ്വഭാവശുദ്ധി, നിങ്ങളുടെ ഇളക്കം തട്ടാത്ത മനസ്സ്, നിങ്ങളുടെ ആത്മാർത്ഥമായ വിശ്വാസം അല്ലെങ്കിൽ ശ്രദ്ധ, ഇവയാണ് ഒരു മന്ത്രത്തിന് യഥാർത്ഥ ശക്തി നൽകുന്ന ഘടകങ്ങൾ. ശരി, അപ്പോ ഈ ഊർജം നമ്മളിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ഇതെങ്ങോട്ടാണ് പോകുന്നത്? വ്യക്തിയിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് ഇതെങ്ങനെ വ്യാപിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഈ മാനസികവും ശബ്ദപരവുമായ ഊർജം, ഈ ചിന്തകൾ, ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? എവിടെ പോയിട്ടാണിത് അവസാനിക്കുന്നത്? ഇവിടെയാണ് ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പം വരുന്നത്. ഈ പ്രപഞ്ചത്തെ അതിരുകളില്ലാത്ത ഒരു വലിയ ശാന്തമായ തടാകമായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ ഓരോ ചിന്തകളും, നമ്മൾ ജപിക്കുന്ന ഓരോ മന്ത്രവും ആ തടാകത്തിലേക്ക് നമ്മളെറിയുന്ന ഓരോ ചെറിയ കല്ലുകളാണ്. എന്ത് സംഭവിക്കും? അവ ആ പ്രപഞ്ചമാകുന്ന ജലാശയത്തിൽ ഇങ്ങനെ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇനി കേട്ടോളൂ, യഥാർത്ഥ അത്ഭുതം നടക്കുന്നത് ഇപ്പോഴാണ്. നമ്മൾ പുറത്തുവിടുന്ന ഈ ചിന്താതരംഗങ്ങൾ, ഈ വൈബ്രേഷൻസ് പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അവിടെ ഓൾറെഡി നിലനിൽക്കുന്ന മറ്റ് ദിവ്യമായ ഊർജ്ജ കേന്ദ്രങ്ങളുമായി കൂടിച്ചേരും.
എന്നിട്ടോ 10 മടങ്ങ് ശക്തിയോടെ അത് നമ്മളിലേക്ക് തന്നെ ഒരു എക്കോ പോലെ തിരിച്ചുവരൂ. നമ്മൾ അയക്കുന്നതിനേക്കാൾ എത്രയോ വലുതായിട്ടായിരിക്കും അത് നമ്മളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നത്. ഓക്കെ, ഇത്രയും വലിയൊരു പ്രോസസ്സ്, ഇതിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത്? അപ്പോ ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ഈ മുഴുവൻ ചിത്രവും വ്യക്തമാവുന്നത്. ഇത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് ഈ ലോകത്തിലെ എല്ലാവരുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, എല്ലാവരെയും നേർവഴിക്ക് നയിക്കണമേ എന്നുള്ള ഒരു സാർവത്രിക പ്രാർത്ഥനയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ച ആ പ്രകമ്പനവും ഊർജവും പ്രതിധ്വനികളുമെല്ലാം ഈ ഒരു മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ പങ്കുവച്ച ഈ ചിന്തകൾക്ക് പ്രചോദനമായത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ ദിവ്യമായ സാഹിത്യങ്ങളാണ്. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഓരോ ചിന്തയ്ക്കും ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രതിധ്വനി സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ എങ്ങനെയുള്ള ചിന്താതരംഗങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും തെരഞ്ഞെടുക്കുന്നത്?